ഹായ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ലേറ്റസ്റ്റായിട്ട് റിലീസ് ചെയ്ത ബുധൻ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ റിയാക്ഷൻ ചെയ്യുവാനാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ അത്ര സൗകര്യത്തിൽ ഉള്ള റിയാക്ഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്കിലും ഓരോ ഷോർട്ട് ഫിലിം ഞാൻ ചെയ്യുമ്പോഴും അതിന് മുന്നോടിയായും പിന്നോടിയായും അതിനെക്കുറിച്ച് പറയണം എന്നുള്ളതൊരാവശ്യമായി ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഇത് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പരമ്പര ഒഴിവാക്കിയേനെ. അപ്പോൾ ബുധൻ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുവാൻ ശ്രമിക്കുക. എൻ്റെ യൂട്യൂബ് ചാനലായ ഹിബോൺ ചാക്കോ അതിൽ അവൈലബിൾ ആണ്. ബുധൻ ഷോർട്ട് ഫിലിമിൻ്റെ പേര് സൈലൻറ്റ് ഷോർട്ട് ഫിലിമാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തുമാണ് അഭിനയിച്ചിരിക്കുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഞാൻ തന്നെ. അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷേ അതൊന്നും ഞാൻ അങ്ങനെ ഒഫീഷ്യലി ക്ലെയിം ചെയ്യുന്നില്ല, കാരണം ഞാൻ അതിലൊന്നും എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ബുധൻ നിങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാം, 3 ഭാഗങ്ങളായിട്ടാണ് ആ ഷോർട്ട് ഫിലിം പോകുന്നത്. ആദ്യത്തേത് കളറ്, രണ്ടാമത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മൂന്നാമത്തത് റെഡിഷ് കളറാണ്. അപ്പോൾ അതിൻ്റെ കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം കളർ സീക്വൻസ് എന്ന് പറയുമ്പോൾ നോർമലിനെ പ്രതിനിധാനം ചെയ്യുന്നു, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു അർത്ഥം വന്നിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. റെഡിഷ് ആകുമ്പോഴത്തേനും ഹൈ ഇൻറ്റൻസിറ്റി, എന്താ പറയുന്നത്, അത് അതിൻ്റെ തീവ്രത വെളിവാക്കുന്ന വിധത്തിലാണ്. അപ്പോൾ ഇങ്ങനെ 3 സെറ്റാണ്, 3 സീക്വൻസ് ആയിട്ടാണത് ഷോർട്ട് ഫിലിം. അപ്പോൾ ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരാൾ അവിടെ തപസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേനും മോഡേൺ കാലഘട്ടമാണ്, മോഡേൺ തപസ്സാണ്, മോഡേൺ ആളാണ് തപസ് ചെയ്യുന്നത് എന്നുള്ളത് മറക്കരുത്. അപ്പോൾ അതുവഴി ഒരാൾ എവിടെ, ഒരുപക്ഷെ സ്കൂളിൽ പോയിട്ടായിരിക്കാം, കോളേജിൽ പോയിട്ടായിരിക്കാം, വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ടായിരിക്കും, ബാഗും തൂക്കിയൊക്കെ വരുവാണ്. ആദ്യത്തെ തവണ നടന്നു പോകും. ഈ മഹർഷിയെ, ഈ താപസനെ ശ്രദ്ധിക്കത്തില്ല. രണ്ടാമത് നടന്നു പോകാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് നോക്കും, അതിനുശേഷം പോകും. മൂന്നാമത്തെ തവണ ഇയാൾ നടന്നു വന്നു കഴിയുമ്പോൾ ഈ മഹർഷിയുടെ അല്ലെങ്കിൽ ഈ താപസൻ്റെ അടുത്ത് മുട്ടുകുത്തി എന്താ പറയണേ, അനുഭാവം പ്രകടിപ്പിക്കുകയാണ്, അനുഗ്രഹം തേടുകയാണ്, അപേക്ഷ നൽകുകയാണ് എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ ഇയാൾ മുട്ടുകുത്തി കുമ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ താപസൻ എന്ത് ചെയ്യും? താപസൻ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് തുറക്കും. അതായത് പാതി സന്തുഷ്ടനായി അദ്ദേഹം എന്നുള്ളതാണ്. പാതി ദൈവാനുഗ്രഹം ലഭിച്ചു എന്നും പറയാം. അദ്ദേഹം പാതി സന്തുഷ്ടനായെന്ന് തൽക്കാലം വെച്ചും, ബാക്കി പിന്നീട് ഞാൻ പറയാം. അപ്പോൾ അതിനുശേഷം വീണ്ടും ആ ഭക്തനാണല്ലോ, ഭക്തനായി മാറിയല്ലോ. അപ്പോൾ ആ ഭക്തൻ എഴുന്നേക്കാൻ തുനിയാതെ അങ്ങനെ തന്നെ തുടരുന്നതുകൊണ്ട് നേരെ 2 കാലും എടുത്ത് ഈ ഭക്തൻ്റെ തലയിലോട്ടങ്ങ് വയ്ക്കുകയാണ്, അനുഗ്രഹിക്കുന്ന വിധത്തിൽ. അപ്പോൾ അതും ഭക്തൻ അംഗീകരിക്കുകയാണ്. അപ്പോൾ താപസൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും തുറക്കും. അതായത് ഫുൾ അനുഗ്രഹം ആയി എന്നുള്ളതാണ്. അപ്പോൾ താപസൻ 2 കണ്ണുകളും തുറക്കും. അതിനുശേഷം ഫുള്ളി അനുഗ്രഹിക്കുകയാണ് കൈകൊണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ബുധൻ എന്നുള്ള ടൈറ്റിൽ കാണിക്കുന്നത്, അപ്പോഴാണ് ബുധൻ എന്നുള്ള ടൈറ്റിൽ കാണിക്കുന്നത്. അതിനുശേഷം എൻഡ് ചെയ്യുകയാണ് ഷോർട്ട് ഫിലിം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, സൈലൻ്റാണ്, സിമ്പിളാണ്, 2 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇതിനെ 2ആയിട്ട് ആദ്യമേ തന്നെ
ഇതാണ് ഇതിൻ്റെ കഥ. ഇതിനെ രണ്ടായിട്ട് ആദ്യമേ തന്നെ തരംതിരിക്കുകയാണ്. ഒന്ന് ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്നും, രണ്ടൊരു അവിശ്വാസിയുടെ ഭാഗത്ത് നിന്നും. വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേനും എന്താണ്, അതായത് ഒരാൾ തപസ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു സാധാരണക്കാരൻ നടന്നു പോകുന്നു, ആദ്യം ശ്രദ്ധിക്കുന്നില്ല. രണ്ടാമത്തെ തവണ അതിലും വഴി പോകുമ്പോഴത്തേനും താപസിയെ ശ്രദ്ധിക്കുന്നു, അദ്ദേഹത്തെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകുന്നു, വിച്ച് മീൻസ് അദ്ദേഹത്തെ അല്പം മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം മൂന്നാമത്തെ തവണ വന്നു കഴിയുമ്പോഴത്തേനും പൂർണ്ണമായിട്ടും താപസിയെ മനസ്സിലാക്കി അവിടെ സാഷ്ടാംഗം വീഴുക എന്ന് ആണോ അത് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത് സാഷ്ടാംഗം എന്ന് പറയുമ്പം അഷ്ടാംഗങ്ങൾ നിലത്ത് മുട്ടണം അങ്ങനെ എന്തോ ഉണ്ട്, എനിക്കതിൻ്റെ കൃത്യമായിട്ട് അറിയത്തില്ല. എന്താണേലും അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അനുഗ്രഹം തേടുകയാണ് ഭക്തൻ. അപ്പം പിന്നെ അവിടെ ഭക്തൻ്റെ വിനയം ടെസ്റ്റ് ചെയ്യുകയാണ്. ഭക്തൻ്റെ വിനയം പോലത്തെയുള്ള മൂല്യങ്ങൾ നല്ലല്ലോ, അതിന് വേറൊരു പേര് പറയും, അത് ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ആദ്യം കാലെടുത്ത് തലയെ വയ്ക്കും. അപ്പോൾ ചിലപ്പം പറ്റാത്തവരാണെങ്കിൽ എണീറ്റ് പോവും. ഇല്ല, ഈ ഭക്തൻ പോയിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ വന്ന് ഭക്തൻ കുമ്പിട്ടപ്പോൾ തന്നെ പാതി അനുഗ്രഹം ഓക്കെ ആയി. ഇനി ഫുൾ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ എന്തോ പറയുക, ഈ കാലെടുത്ത് തലയെ വെച്ച് കഴിഞ്ഞപ്പോൾ അതിലും അവിടെ ആ സമയത്തും എണീറ്റ് പോകാതെ ഒരിക്കലും ഈർഷ്യം പ്രകടിപ്പിക്കാതെ ഭക്തൻ അവിടെ അങ്ങനെ തന്നെ തുടർന്നു. അപ്പോൾ ഫുൾ അതിവിനയുള്ള ആരാണെന്ന് മനസ്സിലായി. അപ്പോൾ നല്ലൊരു ഭക്തനാണെന്ന് മനസ്സിലായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുകയാണ് കൈകൊണ്ട്. ഇതാണ് ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ. ഞാനിത് ഏറ്റവും ഷോർട്ടായിട്ട് പറഞ്ഞതാണ്. ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിന് പല ശാഖകളിലോട്ട് നമുക്ക് ചിന്തിച്ച് ഒരുപാട് ഡെഫിനേഷൻ കണ്ടെത്താം. ഏതായാലും അതിൻ്റെ പ്രൈമറി ഡെഫിനേഷൻ ഇതാണ് ഞാനീ പറഞ്ഞത്. അത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് വിവരിക്കാൻ നമുക്ക് സമയമില്ല. ഇനി അടുത്തൊരു അവിശ്വാസിയുടെ, ഒരു എത്തീസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേനും ഇത് കാര്യങ്ങൾ നേരെ തിരിയും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഒരു എത്തീസ്റ്റ് ഇത് കാണുമ്പോഴത്തേനും എന്താണ്, ഒരാൾ വരുന്നു, ഒരു താപസി അവിടെ നിന്ന് ഒരാൾ തപസ് ചെയ്യുന്ന പോലെ ഇരിക്കുന്നു. ഒരു മനുഷ്യൻ വരുന്നു, ആദ്യം മൈൻഡ് ചെയ്യുന്നില്ല, പിന്നെ രണ്ടാമത് വന്ന് അന്ധവിശ്വാസി ആയതിനാൽ ഒന്ന് നോക്കിപ്പോകുന്നു. ഈ നടന്നു വരുന്ന വ്യക്തിയുടെ അന്ധവിശ്വാസം ഒരു തവണ ഇന്ന് രക്ഷപ്പെട്ടു പോയി, പിന്നെ രണ്ടാമത്തെ തവണ വരുമ്പോൾ കുടുങ്ങും. അപ്പോൾ അങ്ങനെ ഈ സാധാരണക്കാരൻ്റെ അന്ധവിശ്വാസം അവിടെ കുടുങ്ങിപ്പോയിരിക്കുന്നു. ആ താപസനെ കാണുമ്പോൾ അതാണൊന്ന് നോക്കിയിട്ട് പോകുന്നു. മൂന്നാമത്തെ തവണ വരുമ്പോൾ പൂർണ്ണമായിട്ടും ഇവനൊരു ഭക്തനായി തീർന്നിരിക്കുന്നു, ഒരു മണ്ടനായി തീർന്നിരിക്കുന്നു, ഒരു അന്ധവിശ്വാസിയായി തീർന്നിരിക്കുന്നു. അവിടെ പോയി കുമ്പിടും, എല്ലാ കാലുകൾ സമർപ്പിക്കും, സ്വന്തം ഐഡൻറ്റിറ്റി വലിച്ചൂരി എറിഞ്ഞ് വിഡ്ഢിയാവും. എന്താ പറയുക, വിഡ്ഢി എന്നുള്ള വാക്ക് മോശമാണ്, അതിപ്പോൾ ആരും ഉപയോഗിക്കത്തില്ല, സോറി. എന്താ പറയുക, സ്വന്തം ഐഡൻറ്റിറ്റി പണയം വെച്ചു എന്നൊക്കെ അങ്ങ് കരുതുക. അപ്പോൾ എന്താ, പൗരൻ പ്രജയായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, ആദ്യം കാലെടുത്ത് തലയെ വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടിപ്പിക്കുന്നതിൻ്റെ, ആ ഭക്തനെ മുടിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, അതിലും ഭക്തൻ വിജയിച്ചു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് മുടിപ്പിക്കാനായിട്ട് അടുത്ത കൈകൊണ്ടുള്ള അനുഗ്രഹവും, സബാഷ്, തീർന്നു. അപ്പോൾ എന്താ പറയണേ, ശാസ്ത്രം തോറ്റു, ശാസ്ത്രം തോറ്റു, മതം വിജയിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ അതാണ്. ഓക്കെ, ഇതാണ് ഒരു എത്തീസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേനും ഈ ഒരു ഡെഫിനേഷനാണ് അതിന് കിട്ടുക. ഞാൻ നേരത്തെ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുള്ള സംഭവങ്ങൾ വിവരിച്ചുള്ള ഇതും വളരെ ഷോർട്ടായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. ഇതിന് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. അതുവഴി ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ചിന്തിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്രൈമറി ഡെഫിനേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു വിശ്വാസിയാണേലും അവിശ്വാസിയാണേലും ഈ ഷോർട്ട് ഫിലിം, ബുധൻ എന്ന ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ
അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണിത് ചെയ്തു വെച്ചിരിക്കുന്നത്. 2 തരം ഡെഫിനീഷനും ഇതിൽ കാണാം. ഓൾസോ ഞാൻ പറയുന്നു, ഞാനിതിൻ്റെ പ്രൊജക്ഷൻ തിരിച്ചു വെച്ചിരിക്കുന്നത് മോഡേൺ കാലഘട്ടത്തിലോട്ടാണ്. അതായത് എത്തീസ്റ്റുകളുടെ കണ്ണിലൂടെയാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. പ്രൈമറി ആയിട്ട് നമ്മൾ ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിലും ഇത് തന്നെയായിരിക്കും പറയുക. എന്നാലും പഴയ വിശ്വാസങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഒരു കുഴപ്പം വരണ്ട, അവരെയും മാനിക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ അതിൽ ഇതും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതെന്ത് മോശം പണിയാണ് ഹിബോണെ നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, പഴയ കാലത്തെ ഒരു സാധനം, കാലഹരണപ്പെട്ട ഒരു സാധനത്തെ നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ മനസ്സിലാക്കുന്നു, എന്താണ് ഒരു പഴഞ്ചൻ സാധനത്തിന് ഇപ്പോഴത്തെ ഉള്ള വില എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിരിക്കുകയാണ് ഈ ഷോർട്ട് ഫിലിമിലൂടെ. പണ്ട് നല്ലതായിട്ട് തോന്നിയിരുന്നൊരു കാര്യം ഇപ്പോൾ അതേ മോശമായിട്ടാണ് നമ്മൾ കാണുന്നത്. രണ്ടും ഒരേ സംഭവം തന്നെയാണ്. പക്ഷേ നോക്കി, കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ, മൂല്യങ്ങളുടെ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ, ആധുനിക ലോകത്തെത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് പണ്ട് നമ്മൾ നന്നായി കരുതിക്കൊണ്ടിരുന്ന ഒരു സാധനം, ഒരു സംഭവം, ഒരു കാര്യം എങ്ങനെ മോശമായി തീർന്നു എന്നുള്ളതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പം എൻ്റെ കടമ ഞാൻ സമൂഹത്തോട് നിർവഹിച്ചല്ലോ. അപ്പോൾ ഇതെനിക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എന്താ പറയുക, അപ്പോൾ ഇങ്ങനെയാണ്. ഇനിയും നിങ്ങൾ ഒരുപാട് ചിന്തിക്കുകയാണ്, ഇതിന് ഒരുപാട് അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. അതിൻ്റെ പ്രൈമറി ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഒരു പെട്ടെന്ന് സംഭവം ക്ലിക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആലോചിച്ച് ബുദ്ധിമുട്ടാൻ സമയവും സൗകര്യമൊന്നും ഇല്ലാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു ഡോറ് തുറന്നു കൊടുക്കുന്നതാണ് ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനൊരു റിയാക്ഷൻ ഞാൻ ചെയ്യുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുവഴി പെട്ടെന്ന് നിങ്ങൾക്ക് കടന്ന് ചിന്തിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറഞ്ഞത്, ഞാൻ ഈ എത്തീസ്റ്റുകളുടെ ഭാഷയിൽ നിന്ന്, അതായത് ബുദ്ധൻ എന്നുള്ളത് ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾ എഴുതുവാണെങ്കിൽ എന്താവും, ബുധൻ എന്നായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് അങ്ങനെ ബുധൻ എന്ന് ടൈറ്റിൽ വരാം. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ബുദ്ധൻ എന്നുള്ളത് തന്നെയാണ് ബുധൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, അങ്ങനെയും പറയാം. പിന്നെ അതുപോലെ തന്നെ ബുദ്ധനല്ല വേണ്ടത്, ബുധനാണ് വേണ്ടത് എന്നും അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു വിശ്വാസി ചിന്തിക്കുമ്പോൾ ഇതിന് ടൈറ്റിൽ ബുധനാണ്. ബുധൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബുദ്ധൻ്റെ പര്യായപദമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ എക്സാക്റ്റ് കാര്യം എൻ്റെ അന്വേഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പം വിശ്വാസി നോക്കുമ്പോൾ ബുധൻ ഈസിക്കൽ ടു ബുദ്ധൻ തന്നെയാണ് ബുധനും, ബുദ്ധൻ്റെ പര്യായമാണ് ബുധൻ. ഓക്കെ, ഇനി ഒരു അവിശ്വാസി നോക്കിക്കഴിയുമ്പോൾ ബുധൻ ഡ്യൂപ്ലിക്കേറ്റ് ബുദ്ധൻ, അങ്ങനെയാണ് ഇത് രണ്ട് രീതിയും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ എന്ന എൻ്റെ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു റിയാക്ഷൻ കണ്ടിട്ടില്ലാത്തവർ കാണുക. ബുധൻ എൻ്റെ യൂട്യൂബ് ചാനൽ, ഈ ചാനലിൽ അവൈലബിൾ ആണ്. എന്താ പറയുക, കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണുക. കണ്ടവരാണെങ്കിൽ ഒരിക്കൽ കൂടി കാഴ്ച പുതുക്കുക. മറ്റ് പുതിയ ഷോർട്ട് ഫിലിമുകളുമായി എനിക്കെത്താൻ സാധിക്കട്ടെ. എല്ലാവരുടെയും സ്നേഹം ഉണ്ടായിരിക്കണം, സഹകരണം ഉണ്ടായിരിക്കണം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം, മറ്റൊരു ഷോർട്ട് ഫിലിമായിട്ട് പിന്നീട് കാണാം, മറ്റൊരു ഷോർട്ട് ഫിലിം റിയാക്ഷനായിട്ട് പിന്നീട് കാണാം. താങ്ക് യു.